ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ കുത്തബ് മിനാറിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് പോകണം. അടുത്ത എപ്പിസോഡ് എന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു സംഭവമായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം. നമ്മൾ പതിയെ ഇടുന്ന വാഴയിലൂടെ പതിയെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നു. ഉള്ളിൽ എന്തോ ഒരു ദർഗ പോലെ എന്തോ ഉണ്ട് കേട്ടോ അവിടെ. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഏതോ മുഗൾ ചക്രവർത്തിയുടെ ദർഗ പോലെ ഉണ്ടത്. നല്ല ഭംഗിയുള്ള ഈ ഫ്രെയിമുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മൾ മുകളിലേക്കൊന്ന് കണ്ണോടിക്കും, പിന്നെ ഒന്ന് കറക്കും. അപ്പോൾ നമ്മൾക്ക് കാണാം നല്ല കിടിലൻ ഒരു ഫ്രെയിം. എന്നിട്ട് നമ്മൾ പതിയെ അടുത്തൊരു ഫ്രെയിമിലേക്ക് പോകും. മനസ്സിന് സന്തോഷം തരുന്ന, മനസ്സിന് ഉല്ലാസം തരുന്ന നല്ല കാഴ്ചകൾ ലഭിക്കുന്ന ഈ പ്രദേശത്ത് നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നമ്മളതിൽ മനോഹരമായ കുത്തബ് മിനാറിൻ്റെ ഒരു വശത്ത് നിന്നും നമ്മളിങ്ങനെ പതിയെ നമ്മളിങ്ങനെ ചലിക്കും. അപ്പോൾ ഈ കോട്ടയുടെ മറ്റൊരു ആംഗിളിൽ നമ്മളെത്തി. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് വന്നില്ലേ, നമ്മൾ അങ്ങോട്ടേക്ക് കയറി അതിൻ്റെ പുറം ഭാഗത്തെത്തി. ഇതിൽ നമ്മൾ ഇവിടുത്തെ ഒരു കൊത്തുപണി ആദ്യം ആ മനോഹര ഫ്രെയിമിലൂടെ നമ്മളൊന്ന് കണ്ടിട്ട് നേരെ ആ ഫ്രെയിമിലൂടെ കുത്തബ് മിനാർ കണ്ടിട്ട് നമ്മൾ പതിയെ ഇതിൻ്റെ മറ്റൊരു ആംഗിളിലേക്ക് നോക്കും. അപ്പം നമ്മൾ കാണും അതിലും മനോഹരമായ ഒരു ദൃശ്യം. രസമാണല്ലോ. എവിടെ നിന്ന് ഫ്രെയിം വെച്ചാലും അത്ര ഭംഗിയുണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മളിവിടെ നിന്നും പതിയെ ഇങ്ങനെ നമ്മൾ കോട്ടയുടെ വാസൽ, അതായത് മെയിൻ ഡോറിലേക്ക് കിടക്കും. ആക്ച്വലി ഇതാണ് ഈ കോട്ടയുടെ മെയിൻ ഡോർ. ബാക്ക് ഡോറാന്ന് തോന്നുന്നു കേട്ടോ. മെയിൻ ഡോറ് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. എനിവേ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ലൊരു അടിപൊളി വൃന്ദാവനമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ തിരിച്ച് നമ്മൾ കുത്തബ് മിനാറിൻ്റെ പുറത്തേക്ക് കാൽക്കലിലേക്ക് കിടക്കും. മുഗൾ കാലഘട്ടമായതിനാൽ അതിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും അറബിയുടെ അല്ലെങ്കിൽ ഉറുദുവിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത് നോക്കിയാൽ കൃത്യമായി അറിയാം. കണ്ടോ?
ഇനി ഇതിൻ്റെ പത്തൊരു ലോ ആംഗിൾ ആദ്യം ഒന്ന് കണ്ടേക്കാം. എങ്ങനെയുണ്ട്? നൈസല്ലേ? നമുക്ക് ആ ഷെയ്ഡിൽ വേറെ ഫ്രെയിം കാണാം. ഇതൊന്നും കാണാത്ത വേറെ ഫ്രെയിം ഇവിടെ കിടപ്പുണ്ട്. അതും കണ്ട് നമ്മൾ വീട്ടിലല്ലേ വേണ്ട രസമല്ലേ? ആ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഫ്രെയിം ഒന്ന് മാറ്റി കാണിക്കട്ടെ. ഇപ്പോഴോ ഇനി നമ്മൾ നേരം കാണാത്ത ചില സാധനങ്ങളുണ്ട്. ചുമരുകളുടെ ഭംഗിയില്ലേ, അതിൻ്റെ ചില വിടവിലൂടെയുള്ള യാത്രയുണ്ട്. കണ്ടോ? നല്ല ഫ്രെയിമല്ലേ? നോക്കി. ശരിക്കും ഫോട്ടോ എടുക്കുന്നവരെ ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ രസം അല്ലേ? അത്ര മനോഹരമാണ്. കണ്ട, അതിങ്ങനെ എടുത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന ഫ്രെയിം ബ്യൂട്ടി ഭയങ്കരമാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ മൂഡാണ്. അല്ല, ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുള്ള പോലെയുണ്ട് എല്ലാ മൂലയിലും നോക്കുമ്പോൾ. बड़ा बनाया बाबू, ചുറ്റുവട്ട ഭംഗികൾ കൂടെ ആസ്വദിച്ചാൽ ഒരു സന്തോഷം കിട്ടും. അപ്പോഴേ നമുക്ക് അടുത്ത ഫ്രെയിം എത്രമാത്രം ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയില്ലേ, നമ്മൾ അങ്ങടേക്കൊരു ഷോട്ട് വയ്ക്കും. അതിൻ്റെ മാക്സിമം ഭംഗിയിൽ അത് കാണും. ഭംഗിയല്ലേ? എത്ര മനോഹരമാണിത് അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു സൺസെറ്റിൻ്റെ ഒരു രീതിയുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ ഒരു പുരാതന കാലഘട്ടത്തിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് ഇവിടെ, അതിഭീകരമായ ഫീൽ. നമ്മളിപ്പോൾ ഒരു 500 വർഷം പുറകിൽ പോയ പോലെ തോന്നുന്നില്ലേ ഈ ഫ്രെയിം കാണുമ്പോൾ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഒരു ടോപ്പ് ആംഗിൾ നോക്കും. അടിപൊളിയല്ലേ? അത്ഭുതങ്ങളിലൊന്നാണ് മനുഷ്യന്മാരെ ഇതൊക്കെ. അതേ വന്നുണ്ടോ ഫ്ലൈറ്റ്? അടിപൊളിയല്ലേ? നോക്കി നമ്മൾ വെച്ച ആംഗിൾ അടിപൊളി.
രസമല്ലേ? എന്താ എന്താ ഫീലത് അല്ലേ? ജനസാഗരമാണ് ചുറ്റും, തടഞ്ഞിട്ട് നടക്കാൻ മേല. പക്ഷെ നമുക്കിതൊന്നും പുത്തിരിയല്ലാത്തതുകൊണ്ട് നമ്മളതങ്ങ് എടുക്കും, അത്ര തന്നെ. എന്തേ സൂര്യൻ നമ്മളെ ഒളിഞ്ഞിങ്ങനെ നോക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് അടുത്തൊരു ആംഗിളിലേക്ക് പോകണം. ഇതാണ് മറ്റൊരു ആംഗിൾ. അടിപൊളി ആംഗിളല്ലേ? നമുക്ക് ഇതും കൂടി ചേർത്ത് കിട്ടുമെന്ന് നോക്കണം. ഇല്ല, കിട്ടുന്നില്ല. ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടേ ഇരുന്നും കിട്ടില്ല. ഞാൻ രണ്ടും കൂടി ചേർത്തിട്ട് ആംഗിൾ കിട്ടുമെന്ന് നോക്കിയതാ, കിട്ടില്ല. പക്ഷേ എവിടെന്നെങ്കിലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവർ ഇത്രയും ഭംഗിയായിട്ട് അവരെടുത്തേക്കുന്ന അത്രയും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചരിത്രമാണിത്. അപ്പോൾ ഈ ചരിത്രത്തിൽ നമുക്ക് ഇത്രയും നേരം ഈ ചരിത്ര നഗരിയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു. ഇനിയും കൂടുതൽ എടുക്കാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡാക്കാം. കാരണം അല്ലെങ്കിൽ തികയില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഞാനെടുത്ത് വേസ്റ്റാവും. എനിക്കും കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ട് പിന്നെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ്, ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും ഈ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബൈ.